Hi everyone, എൻ്റെ പേര് ഭാഗ്യ and welcome to another episode of Climax Cinemas. നമ്മൾ ഇന്നിവിടെയുള്ളത് ബാംഗ്ലൂർ കർമ്മലാലത്ത് മിസ്റ്റർ ശങ്കർ ആൻഡ് മിസ്സസ് നീതുവിൻ്റെ വീട്ടിലാണ്. ശോഭ റോയൽ പെവിലിയൻ ബിൽഡിങ്ങിൽ ശങ്കർസ് ഡ്രീം ഹോം തിയേറ്ററാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തിയേറ്ററിന്റെ പ്രൈമറി ഫോക്കസ് അതിന്റെ ഡിസൈൻ ആസ്പെക്ട് തന്നെയാണ്. ഈ അപ്പാർട്ട്മെന്റിലെ ഗസ്റ്റ് റൂമിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ശങ്കേഴ്സ് ഡ്രീം ഹോം തിയേറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫാബ്രിക് ആണ് നമ്മൾ സൈഡ് വാൾസിലും അതുപോലെ സീലിംഗിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ എലിമെന്റിന് മാച്ച് ചെയ്യാൻ തന്നെ നമ്മൾ വാം പ്രൊഫൈൽ ഓവർഹെഡ് ലൈറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ നമ്മൾ അക്കൂസ്റ്റിക് ലഷ് പ്രീമിയം കാർപ്പറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓവറോൾ ദിസ് ഗിവ്സ് യു ദിസ് അമേസിംഗ് ഓപ്റ്റിമൽ എലിഗൻസ് ആൻഡ് സൗണ്ട് അബ്സോർപ്ഷൻ. ഈ ഒരു തിയേറ്ററിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡെനോൺ 1800 AVR തന്നെയാണ്. അതിനെ ഇതിന്റെ പവർ ഹൗസ് തന്നെ നമുക്ക് വിളിക്കാം. അതിന്റെ പ്രോസസ്സിംഗ് കാരണം ഒരു 10x11 feet ഡയമെൻഷൻസ് വരുന്ന റൂമിന് പെർഫെക്റ്റ് ഡെപ്ത് ആൻഡ് സൗണ്ടും കിട്ടും. ആൻഡ് അതിനു വേണ്ടിയായി നമ്മൾ അമേരിക്കൻ ലൗഡ് സ്പീക്കർ കമ്പനി ക്ലിപ്ഷിന്റെ സ്പീക്കർ പാക്കേജും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ LCR സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നത് ക്ലിപ്ഷിന്റെ Pro 25 RW ഇൻവോൾവ് സ്പീക്കേഴ്സ് ആണ്. ഇതിൽ ഡ്യുവൽ 5.25 ഇഞ്ചക്ഷൻ മോൾഡഡ് ഗ്രാഫൈറ്റ് ഡ്രൈവറും ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് 58 Hz to 25 kHz ആണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല റിച്ച് ആൻഡ് ഡീറ്റെയിൽഡ് ഓഡിയോ കിട്ടും. ആൻഡ് ഇതിന്റെ പവർ ഹാൻഡ്ലിംഗ് 300 watts സ്പീക്ക് ആണ്. സറൗണ്ട് സ്പീക്കേഴ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലിപ്ഷിന്റെ CS16W സ്പീക്കേഴ്സ് ആണ്. 6.5 inch പോളിമർ വൂഫർ ആണ് ഈ പാക്കേജിൽ വരുന്നത്. ഈ സ്പീക്കറിന് ഒരു വൈഡ് ഡിസ്പെർഷൻ ആംഗിൾ ഉണ്ട് ആൻഡ് അത് 110 degrees ആണ്, giving you a sound of 160 watts RMS with peak power. ആൻഡ് ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് 65 Hz to 20 kHz ആണ്. ഓവർഹെഡ് എഫക്ട്സിനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ക്ലിപ്ഷിന്റെ CS16C ഡോൾബി ആറ്റ്മോസ് സ്പീക്കേഴ്സ് ആണ്. ആൻഡ് ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 82 Hz to 20 kHz ആണ്. 6.5 inch പോളിമർ വൂഫർ ഡ്രൈവർ സൈസ് ഗിവ്സ് യു 160 watts ന്റെ പീക്ക് പവർ. സബ് വൂഫർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പോക്ക് ഓഡിയോന്റെ HTS12 ആണ്. വിത്ത് 12 inch ഡ്രൈവർ ഡെലിവറിംഗ് ഡീപ് ഇംപാക്ട്ഫുൾ ബേസ് to 22 Hz. ആൻഡ് ഇതിന്റെ എല്ലാ സൗണ്ടിലും നല്ല ഡെപ്ത് കിട്ടും വിത്ത് 400 watts യൂസിംഗ് ക്ലാസ് D ആംപ്ലിഫിക്കേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ BenQന്റെ TK700 ആണ് വിത്ത് 4K UHD റെസൊല്യൂഷൻ ആൻഡ് HDR സപ്പോർട്ട്. ഇതുകൊണ്ട് തന്നെ എല്ലാ ഇമേജസും നല്ല വൈബ്രന്റ് ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. 3000 ലൂമൻസ് ബ്രൈറ്റ്നെസ്സും 10,000:1 കോൺട്രാസ്റ്റ് റേഷ്യോ കൊണ്ട് തന്നെ എല്ലാ ഇമേജസും ക്രിസ്പ് ആയിട്ടും കാണാൻ പറ്റും. ഇതിനൊക്കെ പെയറായിട്ട് 100 inch എലീറ്റ് അക്കൂസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീനും വരുന്നുണ്ട്. മീഡിയ പ്ലെയറിനായി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് PS5 ആണ് ഫോർ ഗെയിമിംഗ്. ഇതിന്റെ 4K റെസൊല്യൂഷനും ലോ ഇൻപുട്ട് ലാഗ് കാരണം നല്ല സ്മൂത്ത് ഗെയിം പ്ലേ കിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ അപ്പാർട്ട്മെന്റിന്റെ ഗസ്റ്റ് റൂമിനെ കൺവേർട്ട് ചെയ്താണ് ഈ തിയേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗസ്റ്റ് റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ സൗണ്ട് പ്രൂഫിംഗിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്ലോറിൽ നമ്മൾ MLV ആഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ലോ ഫ്രീക്വൻസീസ് ട്രാവൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. വാൾസിൽ അക്കൂസ്റ്റിക് ഫാബ്രിക് വിത്ത് ഗ്രിപ്പർ സിസ്റ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്, സോ ദാറ്റ് എവറി സൗണ്ട് ഇസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ. വേറെ ഒരു കീ ഫീച്ചർ ഇസ് ദാറ്റ് സീലിംഗിൽ ഫാബ്രിക് ഫിൽ പോളിഫൈബർ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് മെറ്റീരിയൽ ഇസ് അമേസിംഗ് ഫോർ അക്കൂസ്റ്റിക് ട്രീറ്റ്മെന്റ്. ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 4 മാനുവൽ റിക്ലൈനർ ചെയർസ് ആണ്. ആൻഡ് ഇതെല്ലാം വരുന്നത് ഒരു ലഷ് ഗ്രേ കളറിലാണ്. സോ നിങ്ങളൊരു ആക്ഷൻ പാക്ഡ് മൂവി കാണുകയോ ഒരു അടിപൊളി മ്യൂസിക് കേൾക്കുവാണെങ്കിലും ഇവിടുത്തെ എല്ലാ എലിമെന്റ്സും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ വളരെ എൻജോയബിൾ ആക്കും. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇസ് ദാറ്റ് ഇത്രയും ബെനിഫിറ്റ്സും ഇത്രയും ടെക്നിക്കൽ സ്പെഷ്യലിറ്റീസും നിങ്ങൾക്ക് എല്ലാം ഒരു കുറഞ്ഞ ബഡ്ജറ്റ് ഓഫ് 7 lakhs ചെയ്ത് കിട്ടാവുന്ന പെർഫെക്റ്റ്ലി കാണിക്കുന്ന ഒരു വർക്കാണിത്. ഇനി നമുക്ക് കസ്റ്റമർ റിവ്യൂയിലേക്ക് പോവാം. ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഹോം തിയേറ്റർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ നോക്കാത്തൊരു കോൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചൂസ് ചെയ്തത്? അപ്പാർട്ട്മെന്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും ചെയ്യാത്തതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആക്ച്വലി അത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അവിടെ ഒരു ഹോം തിയേറ്ററും അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് മൂവി എക്സ്പീരിയൻസും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പൊതുവേ ഡേ ടൈം ഞാനും വർക്കിന് പോകുമ്പോഴും വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ആക്ച്വലി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി ആണെങ്കിലും സീരീസ് ആണെങ്കിലും ഒക്കെയാണ്. സോ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചിന്തയിലോട്ട് എത്തിയത്. എങ്ങനെയാണ് നിങ്ങൾ ക്ലൈമാക്സ് സിനിമാസിനെ കണ്ടുപിടിച്ചത്? ആൻഡ് ഞങ്ങളുടെ ടീം എങ്ങനെയാണ് ഈ പ്രോസസ്സിൽ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? ക്ലൈമാക്സ് സിനിമാസ് ആക്ച്വലി നമ്മൾ ഇപ്പോൾ എല്ലാവരും പോലെ നമ്മളൊരു സാധനം ചൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലൈമാക്സ് സിനിമാസ് ആദ്യമായിട്ട് കാണുന്നത് യൂട്യൂബിലാണ്. ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ എന്ത് മേടിക്കുകയാണെങ്കിലും ശരി നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്തിരുന്നത്.
അപ്പോൾ അങ്ങനെ യൂട്യൂബിലാണ് ശരിക്കും ക്ലൈമാക്സ് സിനിമാസിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. പിന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളും എല്ലാം കുറച്ച് ജെന്യുവനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ അങ്ങനെ ക്ലൈമാക്സ് സിനിമാസ് മാത്രമല്ല, വേറെ കുറേ ഇത് ഞാൻ നോക്കിയിരുന്നു ആക്ച്വലി. പിന്നെ അതിനുശേഷം ഞാൻ കൊച്ചിയിൽ പോയിരുന്നു. കൊച്ചിയിൽ ഈ പറഞ്ഞ പോലെ കുറേ സ്ഥലങ്ങളിൽ പോയിരുന്നു. പല ക്ലൈമാക്സ് സിനിമാസിൽ പോയിരുന്നു, അതുപോലെ വേറെ പലയിടത്തും പോയിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു കോട്ട് എടുത്തു, അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പോയിരുന്നത്. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു തിരിച്ച് ഏറ്റവും ഫാസ്റ്റായിട്ട് എനിക്ക് തിരിച്ച് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ തിരിച്ച് എനിക്ക് അതിനെക്കുറിച്ചൊരു ഇത് പറഞ്ഞു തന്നത് എനിക്ക് തോന്നുന്നു അനന്തുവാണ്. അപ്പോൾ അങ്ങനെ അനന്തു എനിക്ക് മെസ്സേജ് ചെയ്യും, വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരികയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ബാക്കിയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ പറയുന്ന പോലെ അവരുടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തെ മെയിൻ സംഭവം അതാണ്. ഐ മീൻ നമ്മൾ ഒരു പ്രോഡക്റ്റിന് ഇത് മാത്രമല്ല, അവരുടെ സർവീസസ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ സർവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനന്തുവിൻ്റെ പ്രസൻറ്റേഷൻ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും എല്ലാം അത് വളരെ നല്ലതായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ജെസ്സിയിലും അവിടെ ഉണ്ടായിരുന്നു. ജെസ്സിയിലും ഒരുപാട് പല ഇതിൽ കേൾപ്പിച്ച് തരാനും അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് പറഞ്ഞു തരാനും എല്ലാം ജെസ്സിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് സിനിമാസിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. ബാക്കിയുള്ളവരുടെക്കാളും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിവേർട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഈ തിയേറ്റർ എൻവിഷൻ ചെയ്ത പോലെയാണോ നിങ്ങളുടെ ആ പ്രോസസ്സ് വന്നത്? ആൻഡ് ഹൗ വാസ് യുവർ ഹോൾ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട്? ഒരു 3 BHKയിൽ ഒരു റൂം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാര്യം ആലോചിച്ചപ്പോൾ ആദ്യമേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു റൂമാണ്, ഒരു തിയേറ്റർ സെറ്റപ്പ്, അത്രയും സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പ്രത്യേകിച്ച് ഒരു അപ്പാർട്ട്മെൻ്റ് ആയത് കാരണം മറ്റ് നെയ്ബേഴ്സിനുള്ള ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കൊണ്ടുപോയി കാണിച്ച് കൺവിൻസ് ചെയ്ത് എടുത്തു അനന്തുവും ജെസ്സിയിലും. അതിനുശേഷം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് സമയം എടുത്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് അവസാനം ബാക്കിയുള്ളവർ വന്ന് കണ്ടിട്ട് ഇപ്പോൾ വീടിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇതായി മാറിയിട്ടുണ്ട്. സോ ആ രീതിയിൽ ഹാപ്പിയാണ്. പിന്നെ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിലും ആ പറഞ്ഞ പോലെയുള്ള ഒരു സൗണ്ട് എഫക്ട്സും അതെല്ലാം നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു നല്ലൊരു മൂവി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സഞ്ജയ്, ടീം, നിയാസ് എല്ലാവരും മോറോവർ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ഇതായിരുന്നു. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ വന്ന് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. പക്ഷെ എന്നാലും എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെയായിരുന്നു. പറഞ്ഞ പോലെ ആ ഒരു നമുക്കിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. ഐ മീൻ നമ്മുടെ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യും. അതേപോലെ സഞ്ജയ്, നിയാസ് അവർ വന്ന് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പണി നടക്കുന്ന ഉള്ളൊരു ഫീലിംഗ് ഇല്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് വന്ന് നമ്മുടെ ഒരു ഇത് ചെയ്യുന്ന പോലെ ഒരു ഫീലായിരുന്നു ശരിക്കും അല്ലേ. ഒരു ഭയങ്കര ആ ഒരു നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരും ക്ലൈമാക്സ് ടീമാണെങ്കിലും അവരത് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ നല്ലതാണ്. ആ ഒരു ചെയ്യുന്നതും എല്ലാം ടൈം ഫ്രെയിമിൽ തീർത്തും പറഞ്ഞ പോലെ ഒരു ടൈം ഫിക്സ് ചെയ്തിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു. സഞ്ജയ് ആണെങ്കിലും ഭയങ്കര പോസിറ്റീവാണ്. എന്താ പറയുക, പറഞ്ഞാൽ അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്, വിഷനുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിൾ പണിയല്ലേ, ജസ്റ്റ് ഒന്ന് വെച്ച് പോകുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്നത് അത് ഡീറ്റെയിലിങ്, അതെ, അത്ര ഓരോ പെർഫെക്ഷൻ അത് എല്ലാം വളരെ നല്ലതായിരുന്നു. ഐ മീൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത്ര എളുപ്പപ്പണിയല്ല. നമ്മൾ പറയണ പോലെ ചുമ്മാ ഒന്നിങ്ങനെ അടിച്ചു പോയാൽ പോരെ എന്നല്ല. അവർ ആ ഓരോ ഇത് ചെയ്യുന്നതും അതും അത്ര പെർഫെക്റ്റായിട്ട് തന്നെ വേണം എന്നുള്ളത് ഉണ്ട്. അത് ഈവൻ എനിക്ക് തോന്നുന്നു അനന്തുവാണെങ്കിലും ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും ഹാപ്പിയാണ്. സഞ്ജയും നിയാസ് അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെയായിരുന്നു ഔട്ട്കം കിട്ടിയിട്ടുള്ളത്. ശരിയാ. നമ്മൾ ഇപ്പം ചുമ്മാ നമ്മൾ പറയല്ലേ ഈ തിയേറ്റർ ഇത് നമ്മളെല്ലാം എക്സ്പീരിയൻസ് അല്ല, വളരെ നമുക്ക് ആ ഒരു ശരിക്കും ആ മൂവി എക്സ്പീരിയൻസ് നമ്മൾ ചിലത് തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് പറയുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, അത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനകത്ത് കിട്ടും. എനിക്ക് ആക്ച്വലി ഒരു വളരെ മുന്നേ ഇറങ്ങിയ ടോപ്പ് ഗൺ മാവറിക് എന്ന് പറഞ്ഞ സിനിമ ഈവൻ അന്ന് ഇറങ്ങി അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നാലും തിയേറ്റർ പണിത് അതിനകത്ത് കാണണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇത് ചെയ്തതിന് ശേഷം ഞാൻ കണ്ട് എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. हर हालत में रोकना ही होगा. सुबह ये लड़ाई झगड़ा क्यों बची है? So, if you're ready to take your home entertainment to the next level, look no further than Climax Cinemas. Contact us today to schedule a demo and experience the magic of home cinema for yourself. We are available all across South India and we also provide an EMI facility. Thank you for joining us on this journey. Stay tuned and I'll see you for the next video. Bye bye.